2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. സാറ്റ് മൂട്ടി ഒളിച്ചവർക്കെല്ലാം സാറ്റ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് ഭദ്രകാളിയുടെ തിരുവാഭരണമാണ്. ഇതെടുത്താൽ അത് പ്രശ്നമാവും. നീ ഒന്ന് പേടിക്കാതിരിക്കും ദ്രൗപദി. തൽക്കാലത്തേക്ക് ഈ തിരുവാഭരണം എടുത്ത് വിറ്റ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. വേറെ വഴിയില്ല. തിരുവാഭരണം വിറ്റുകളഞ്ഞ നാളെ ദേവിയുടെ ഉത്സവം. ചാർത്താനായി ആഭരണങ്ങൾക്ക് എന്ത് ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്വർണ്ണ തിരുവാഭരണങ്ങൾക്ക് പകരം തിരുവാഭരണ പെട്ടിയിൽ ഞാൻ വിൽക്കാൻ പോകുന്നത് മുക്കുമുണ്ടങ്ങളായിരിക്കും. ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും അറിയാൻ പോകുന്നില്ല. ഉത്സവം കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന തിരുവാഭരണങ്ങൾ അതുപോലെ തന്നെ തിരുവാഭരണ പെട്ടിയിലാക്കി എന്റെ കയ്യിൽ തന്നെയല്ലേ തിരിച്ചേൽപ്പിക്കുന്നത്. അടുത്ത ഉത്സവത്തിന് യഥാർത്ഥ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിവെച്ച് ദേവിയോടുള്ള കടം വീട്ടിക്കൊള്ളാം. നീ വാ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ദേവിയുടെ കാര്യ പിടി വീണാലോ? നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ കൊടുക്കുന്ന മുക്കുപണ്ടങ്ങൾ തിരികെ എന്റെ കയ്യിൽ എത്തുന്നവരെ ഈ തിരുവാഭരണം ഈ കുളത്തിൽ ഭദ്രമായിരിക്കും. സത്യം പറഞ്ഞ ഭഗവതിയുടെ തിരുവാഭരണം എടുക്കുന്നതിനെ കുറിച്ച് നിന്റെ മുത്തച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല. ആ തിരുവാഭരണവുമായി എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴാണ് ഞാൻ ആ സംഭവം അറിയുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തുന്ന ആളായിരുന്നില്ല ഇവന്റെ അച്ഛൻ. എന്തായാലും ശരി, ഫലത്തിൽ നിന്റെ മുത്തശ്ശൻ തൃക്കണ്ണൂർ ഭദ്രകാളി ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചു എന്ന് തന്നെ പറയാം. എന്തിനാണ് ദ്രൗപദി ഇപ്പോഴും ഇങ്ങനെ നുണ പറയുന്നത്? നീയും അയാളേക്കാൾ അത്യാഗ്രഹിയായിരുന്നു. എന്റെ തിരുവാഭരണം പോലും മോഷ്ടിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരുത്തൻ നാടിന് നായകനായി നിന്നാൽ അത് ആപത്താണെന്ന് എന്ന് മുൻകൂട്ടി കണ്ട് പരിഹാരമുണ്ടാക്കാതിരിക്കാൻ കഴിയുമോ ദ്രൗപദി എനിക്ക്? ആറ്റിലെറിഞ്ഞ ഭഗവതിയുടെ തിരുവാഭരണത്തിന് പകരം ആമാടപ്പെട്ടിയും മുക്കുപണ്ടങ്ങളും വെച്ച് ആഘോഷമായിട്ട് തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു.